ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കേരള PSC ഇലക്ട്രിക്കൽ പരീക്ഷകൾ ഏപ്രിൽ 25-ന് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏപ്രിൽ 25-ന് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാം ആയിരിക്കും. വിവിധ പോസ്റ്റുകൾക്ക് ഒരൊറ്റ പരീക്ഷ നടത്തും, എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഡിഫറൻറ്റ് ലിസ്റ്റ് ഇടുമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് കൺഫേം ചെയ്യുന്നത് എപ്പോഴായിരിക്കും? യെസ്, ഈ പറയുന്ന ഏപ്രിൽ മാസത്തെ എക്സാമിനേഷൻ കലണ്ടർ വന്നാൽ മാത്രമേ അത് കൺഫേം ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ വന്നു. ഏപ്രിൽ 25-ാം തീയതി ഏപ്രിൽ 25-ാം തീയതിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്താണ്. യെസ്, ഏപ്രിൽ 25-ന് 12 പരീക്ഷകൾ നടക്കുന്നുണ്ട്. 12 ഇലക്ട്രിക്കൽ പരീക്ഷകൾ നടക്കുന്നുണ്ട്. ആ 12 പരീക്ഷകൾക്കും ഒരേ സിലബസ്, ഒരേ പരീക്ഷ, ഡിഫറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞെട്ടിയോ? ഞാനും കുറച്ചൊന്ന് ഞെട്ടി. നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ? യെസ്, സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ എടുത്തപ്പം 25-ാം തീയതി 25-ാം തീയതി ഡേറ്റിൽ നടക്കുന്ന പരീക്ഷകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. അതിനെ മുഴുവൻ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മൊത്തം ഞാനിവിടെ പറഞ്ഞുതരാം. ഏതാണ്? ഇലക്ട്രീഷ്യൻ എക്സാം 58/2023 കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇലക്ട്രീഷ്യൻ എക്സാം നടക്കുന്നത് ഈ പറയുന്ന 25-ാം തീയതി തന്നെയാണ്. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞില്ല. നിങ്ങൾക്കിപ്പോൾ കൺഫർമേഷൻ കൊടുക്കണം, മറന്നു പോകരുത്. യെസ്, 11-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുക. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 11-ാം തീയതി കിട്ടും. ഓൺലൈൻ അല്ലെങ്കിൽ OMR എക്സാം തന്നെയാണ് കേട്ടോ, ഓഫ്ലൈൻ തന്നെയാണ് വരിക. കാരണം ഏകദേശം ഒരു 15,000 ആൾക്കാരൊക്കെ എഴുതില്ലേ. കണ്ടോ, ട്രേഡ്സ്മാൻ എക്സാം എഴുതുന്ന എത്ര ആൾക്കാരുണ്ട്? ട്രേഡ്സ്മാൻ എക്സാം എഴുതുന്ന ആൾക്കാരുടെ എണ്ണം തുറന്ന് 18,000 അല്ലേ, 18,000 ആണ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ എക്സാം വരാനാണ് സാധ്യത. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ തന്നെയാണ് വരിക. ഈ ഇലക്ട്രീഷ്യൻ എക്സാം വരുന്നത് 10,000 പേരാണ് കേട്ടോ, 10,000 പേരാണ് ഇലക്ട്രീഷ്യൻ എക്സാം വരുന്നത്. ദെൻ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, PWD അല്ലേ. യെസ്, അതും നടക്കുന്നത് എന്താണ്? 25-ൽ തന്നെയാണ്. അത് ഞാൻ പറയില്ല കേട്ടോ. ഈ പറയുന്ന എല്ലാ എക്സാമും നടക്കുന്നത് 25-ാം തീയതിയാണ്. അതിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും സെയിം തന്നെയാണ്. അത് ഞാൻ പറയുന്നില്ല. അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏപ്രിൽ 11-ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് 14,500 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ആൾക്കാരുടെ എണ്ണമാണ് കേട്ടോ. ഇതിലൊരു 10 മുതൽ 20% വരെ ആൾക്കാരൊക്കെ കുറയും. ഒരു 10 to 20% ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കില്ല. അപ്പം ഇതിലും കുറയാനാണ് സാധ്യത. എന്തായാലും ഒരു എത്ര പേരാ കുറയുക? ഏകദേശം ഒരു 3,000 പേര്, 3,000-ലധികം പേര്, 3,000 to 5,000 പേരൊക്കെ ഇതിന് കുറയും കേട്ടോ. സാധാരണ അങ്ങനെയാണ്. സാധാരണ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ ട്രെൻഡ് അങ്ങനെയാണ്. ദെൻ ഇലക്ട്രീഷ്യൻ ആനിമൽ ഹസ്ബൻഡറിയിൽ തിരുവനന്തപുരം, ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതിന് എത്ര പേരുണ്ട്? 1,759 പേര്. ഇതിൻ്റെയൊക്കെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കേരള PSCയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, അത് സ്റ്റേറ്റ് വൈഡ് നടക്കുന്നതാണ്. അതിന് എത്ര പേരുണ്ട്? 7,393 പേരുണ്ട്. ദെൻ ഇലക്ട്രീഷ്യൻ ഹാർബർ എഞ്ചിനീയറിംഗ്, അതിന് 11,000 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ സ്കിൽഡ് അസിസ്റ്റൻറ്റ്, അത് ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും വയനാടും കാസർഗോഡും. പക്ഷേ ഇവരൊക്കെ എഴുതാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെയിം എക്സാം തന്നെയാണ്. അതിൻ്റെ ആൾക്കാരുടെ എണ്ണം ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് ഇലക്ട്രീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറേ പേര് കൊടുത്തിട്ടുള്ളതാണ്. 1,981 പേര് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, അതിനും എപ്പോഴാണ്? ഏപ്രിൽ 25 അല്ലേ. യെസ്, 18,577 പേരാണ് നിലവിൽ കൊടുത്ത ആൾക്കാരുടെ എണ്ണം. ഇതിൽ ഏകദേശം ഞാൻ ഒരു 3,000 to 5,000 പേരൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഒരു 3,000 പേരൊക്കെ എന്തായാലും കുറയും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൺഫർമേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കാം കേട്ടോ, എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടി പറ്റും. നിലവിൽ 24 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നിലവിൽ കൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ വേക്കൻസികളെ കുറിച്ചൊന്നും ഇപ്പം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ഈ ഒരു സുവർണാവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ലൈൻമാൻ്റെ 8,521 പേര് എക്സാം എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു എക്സാം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു കോമൺ എക്സാം വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ? യെസ്, ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞുതരാം. ഡിസഡ്വാൻറ്റേജ് എന്താ? യെസ്, ഈ പറയുന്ന 12 എക്സാമുകൾക്ക് കോമൺ എക്സാം ആണല്ലേ. സപ്പോസ് ഇത് വേറെ സമയങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ നടത്തുന്നത് വേറെ ദിവസം, ദെൻ ട്രേഡ്സ്മാൻ നടത്തിയത് വേറെ ദിവസം, ലൈൻമാൻ നടത്തിയത് വേറെ ദിവസം, സ്കിൽഡ് അസിസ്റ്റൻറ്റ് നടത്തിയത് വേറെ ദിവസം, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ ഗുണം? ഒരേ ഉദ്യോഗാർത്ഥിക്ക് ഇത് എല്ലാ പരീക്ഷകളും എഴുതണ്ട. ഇപ്പം ഓവർസിയറും ഇലക്ട്രീഷ്യനും അതൊക്കെ വേറെ ദിവസങ്ങളിൽ എഴുതാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ അഡ്വാൻറ്റേജ് എന്നാ? നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട്, നിങ്ങളുടെ ഒരു ദിവസം മോശമായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ
യെസ്, നിങ്ങളുടെ ആ ഒരു പരീക്ഷ മാത്രമേ പോവുകയുള്ളൂ അല്ലേ. സപ്പോസ് ഇലക്ട്രീഷ്യൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്ക് അന്ന് എന്തെങ്കിലും അസുഖം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയിൽ സമയം കിട്ടാത്തത് കൊണ്ടോ ആ ഒരു അന്നത്തെ ദിവസം അയാൾക്ക് ചെറിയ പനിയോ അല്ലേ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കൊണ്ട് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അയാളുടെ ആ ഒരു പരീക്ഷ മാത്രമേ പോവുകയുള്ളൂ അല്ലേ, ആ ഒരു പരീക്ഷ മാത്രമേ പോവുകയുള്ളൂ. പക്ഷേ ഇതിനെല്ലാം കൂടി ഒരൊറ്റ പരീക്ഷയാവുന്ന സമയത്ത് എന്താ പ്രശ്നം? യെസ്, സപ്പോസ് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് തെറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു വ്യക്തിക്ക് മാത്രം കുറച്ച് ടഫായതുകൊണ്ട്, സപ്പോസ് അയാൾ ചിലപ്പം എല്ലാ പോർഷൻസുകളും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ, അപ്പോൾ ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അയാളുടെ ഇത്രയും പരീക്ഷകൾ മോശമായി പോകും. ഓക്കെ, ഇത്രയും പരീക്ഷകൾ മോശമായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? യെസ്, പഴുതടച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ സിലബസ് എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അരിച്ചു പെറുക്കി പഠിക്കുക. ഇനി നാളെ എനിക്കൊരു ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അരിച്ചു പെറുക്കി പഠിക്കുക. സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വീഡിയോ സീരീസൊക്കെ ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്, ഏതൊക്കെ പോർഷൻസാണ് പഠിക്കണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാൻ സമയവും അതേപോലെ പഠിക്കാൻ താല്പര്യവും പഠിക്കാനുള്ളൊരു ബോധമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഒരു വീഡിയോ സീരീസ് ഉണ്ട്, നമ്മൾ വീഡിയോ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഈ ചാനൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സോ നിരവധി ആൾക്കാർ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്കുകളൊക്കെ ഈ വീഡിയോൻ്റെ ഈ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ കാണുന്നതിനോട് കൂടെ കൺസെപ്റ്റ് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ദെൻ പാർട്ട് 1 കാണുമ്പം ബേസിക് ഇലക്ട്രിസിറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണോ പോർഷൻസ് അത് മുഴുവൻ നോട്ട് എഴുതുക, പഠിക്കുക. അങ്ങനെ പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പോകും. ഏകദേശം പാർട്ട് 22 വരെ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 110/2022 എന്നുള്ള PYQ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 98/2018 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും കടന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സെക്കൻഡ് റൗണ്ട് ഒരു പഠിത്തം ആയിരിക്കും വരിക. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഓൾറെഡി സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർ, സ്വന്തമായിട്ട് പഠിക്കാൻ സമയമുള്ളവരും അല്ലെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് കണ്ടാൽ തന്നെ മതി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങോ കാര്യങ്ങളോ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എടുക്കുക കേട്ടോ. കാരണം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ കളയരുത്. കാരണം ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്തായാലും സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പരീക്ഷ കോമൺ എക്സാം ആയുള്ള ഒരു ഗുണം എന്താണ്? ഒരു അഡ്വാൻറ്റേജ് എന്താ? യെസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് സപ്പോസ് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ലിസ്റ്റ് നിങ്ങൾ കയറി. സപ്പോസ് ഇലക്ട്രീഷ്യൻ്റെ ലിസ്റ്റിലും കയറാൻ സാധ്യതയുണ്ട്. ദെൻ ഓവർസിയറിൽ ചിലപ്പം കയറിയേക്കാം അല്ലേ. അതിനൊക്കെ എന്ത് ചെയ്യും? ഡിഫറൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും. എത്രത്തോളം പോസ്റ്റ് വേക്കൻസികൾ ഉണ്ട് എന്നനുസരിച്ചിട്ട് ഡിഫറൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും. ചിലപ്പം ഓവർസിയറിൽ കയറാൻ പറ്റാത്ത ആൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്രേഡ്സ്മാനിൽ കയറിയിട്ടുണ്ടാവും അല്ലേ. സപ്പോസ് അവൻ പോലീസ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനിൽ കയറിയിട്ടുണ്ടാവും. സോ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വേക്കൻസികളെ ചെറിയ വേക്കൻസികളായിട്ട് കണക്കൂട്ടണ്ട. ഇപ്പം ഓവർസിയറിന് 4 വേക്കൻസി ഉണ്ട്. ഇലക്ട്രീഷ്യന് ഇപ്പം വേക്കൻസികൾ ഒരു 5 ആണെന്ന് ഇരിക്കട്ടെ. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ 24 ആണ് നിലവിലുള്ളത്. അത് നിയർലി 40 ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ മൊത്തത്തിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 വേക്കൻസികൾ ഉണ്ടാവും അല്ലേ. സോ ഇതേ എക്സാം എഴുതിയിട്ട് ഡിഫറൻറ്റ് ലിസ്റ്റുകൾ വരുന്ന സമയത്തും നമുക്ക് എന്താണ്, ഒരാൾക്ക് എന്തായാലും ഒന്നിലധികം ജോലികൾ എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ട്രേഡ്സ്മാൻ എന്നുള്ള ജോബ് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് മറ്റ് ലിസ്റ്റുകളിലെ വേക്കൻസികൾ ആവശ്യമില്ല അല്ലേ. അയാൾക്ക് ചിലപ്പം ഇലക്ട്രീഷ്യൻ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ എന്താ, യെസ്, താഴെ റാങ്ക് കിട്ടിയ ആൾക്ക് ഇലക്ട്രീഷ്യനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് എന്താ ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു സുവർണ അവസരം നിങ്ങൾ കളയാതിരിക്കുക. ഓക്കെ, സോ സിലബസ് എന്ന് പറഞ്ഞാലോ, സിലബസ് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും 12 പരീക്ഷകൾക്ക് ഒരൊറ്റ സിലബസാണ്. കാറ്റഗറി നമ്പർ 58/2023, 156, 195, 247, 254, 265, 417, 428, 533 ഇത്രയും പരീക്ഷകൾക്ക് ഒരൊറ്റ സിലബസാണ്. ആ സിലബസ് ആണെങ്കിലോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള അതേ സിലബസാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ അതേ സിലബസാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ വീഡിയോ സീരീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഏകദേശം ഒരു പകുതിയോളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
നമ്മൾ നവംബറിലാണ് ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചു തുടങ്ങുക. കാരണം എക്സാമിൻ്റെ സിലബസ് വന്നിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സമയം കുറച്ച് കുറവായിരിക്കും. അപ്പോഴേ പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം പകുതിയൊക്കെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുറേ നന്നായിട്ട് എഫേർട്ട് ഇടുന്ന ഉദ്യോഗാർത്ഥികൾ ഇഷ്ടം പോലെയുണ്ട്. ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കാറുണ്ട്, സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് കിട്ടുമോ എന്ന്. ഇനി പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് കിട്ടുമോ എന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 90 ദിവസം ഇനി നമുക്കുണ്ട്. നന്നായിട്ട് മെനക്കെടുകയാണെങ്കിൽ 90 ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ചെയ്ത്, അതേപോലെ നിമിയുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അല്ലേ, നിമിയുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അത് മുഴുവൻ ചെയ്ത് ദെൻ റിവേഴ്സ് ചെയ്യാനുള്ള സമയം ഈ 90 ദിവസം ഓക്കെ ആണ്. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ കേട്ടോ. കാരണം അത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇനിയുള്ള 90 ദിവസം നന്നായിട്ട് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ പറഞ്ഞ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ആ സിലബസ് കൂടി ഒന്ന് കാണിച്ചു തരട്ടെ. യെസ്, സിലബസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, സിലബസ് കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ് അല്ലേ. 110/2022 110/2022 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള അതേ സിലബസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടോ, ബേസിക് ഇലക്ട്രിസിറ്റി ഒരു ടോപ്പിക്ക് പോലും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ സിലബസ് തന്നെ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നിലവിൽ ഞാൻ പറഞ്ഞ സീരീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നോട്ടുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആ നോട്ടുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കൂടുതലായിട്ട് നിമി ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്ട്രാ ആയിട്ട് വേറെ ടോപ്പിക്കുകളൊന്നും വരില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിമി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. എങ്ങനെ പഠിക്കണ്ടേ, നിമി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കി പഠിക്കുക ഈ ഒരു സിലബസ് പ്രകാരം. അതിനുശേഷം നിമിയുടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റായി കഴിഞ്ഞു. ഇനി ഒരു സേഫ്റ്റി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യെസ്, ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസും ഡിഗ്രി ലെവൽ, കുറച്ചൊന്ന് ഡിഗ്രി ലെവൽ കൂടി പോയാൽ മതി കേട്ടോ. കുറച്ചൊരു ഡിഗ്രി ലെവൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഡിഗ്രി ലെവൽ പറയുമ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ഒന്നും നോക്കണ്ട, പ്രോബ്ലംസ് തീരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സാധാരണ ITI ബേസ്ഡ് എക്സാമിനൊക്കെ പ്രോബ്ലംസ് ഒരു 10ൽ താഴേക്ക് വരുള്ളൂ. അതും തന്നെ വളരെ സിമ്പിൾ. ഓക്കെ, ചെറിയ കറണ്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വളരെ ചെറിയ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിക്കാനോ അങ്ങനത്തെ വളരെ ചെറിയ സാധനങ്ങൾ വരാറുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഗ്രി ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യമില്ല. നിമി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു വെറുക്കുക. ക്വസ്റ്റ്യൻ ബാങ്ക്, നിമിയുടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ വീഡിയോസിൻ്റെ താഴെ ഇടാറുണ്ട്. അതും അരിച്ചു പെറുക്കി പഠിക്കുക. ദെൻ ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ കാണാറുണ്ട്. സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യുക, അത് തപ്പിയെടുക്കുക. ഗൂഗിളിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ, സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ദെൻ VK മേത്തയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. VK മേത്തയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ദെൻ RK രജ്പുത്തിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ഓക്കെ, ഇതൊക്കെ നോക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയോ, ഈ നിമി തീർന്ന് ഈ ക്വസ്റ്റ്യൻ ബാങ്കും തീർന്ന് ഇനി ഡിപ്ലോമയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ, ഡിപ്ലോമ ലെവലിലുള്ള പഴയ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇവിടത്തേക്ക് പോയാൽ മതി കേട്ടോ. അല്ലാതെ ആദ്യമേ പോയിട്ട് ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, നിമിയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. 80 to 90% ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുക. അതുകൊണ്ട് ഈ രീതിയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ദെൻ ഇതിൻ്റെ സിലബസ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് നോക്കുക. ദെൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ സീരീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ വീഡിയോ സീരീസ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോസുമായിട്ട് കാണാം. അതുകൂടാതെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇനി 90 ദിവസങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 90 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. മുഴുവനായിട്ടൊന്നും പഠിപ്പിച്ചു തരാമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുക്കുന്നില്ല. പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണമെന്നും അതിൻ്റെ ചെറിയൊരു താല്പര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങളുടെ വീഡിയോ ഇതിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും പോയി നോക്കാം കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് മൊത്തം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്